Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ma'am. Good afternoon, ma'am. Good afternoon. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊമോഷൻ തുടങ്ങി വെച്ചായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സോട് കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ വായിച്ചെന്നൊക്കെ വിചാരിക്കുന്നു. ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ആൻസർ പറഞ്ഞാൽ മതി. പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി വായിക്കാം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞു തരാം. A promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. The normal policy is to take merit into consideration. Sometimes length of service, education, training course completed, previous work history, etc. are factors which are given weight while deciding on a promotion. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് അല്ലെ. ഒരു ജോലിക്കാരനെ കൂടുതൽ പണം കിട്ടുന്ന പദവിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്ന പദവിയിലേക്കോ മാറ്റുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ചില ഫാക്ടേഴ്സ് ഉണ്ട്, പ്രൊമോഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ലെങ്ത് ഓഫ് സർവീസ്, അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടം എത്രയാണെന്ന് നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എത്രയാണെന്ന് നോക്കും. അതുപോലെ ഏതൊക്കെ ട്രെയിനിങ് കോഴ്സുകളാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ജോലിയുടെ സമയത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി, എത്രത്തോളം മികച്ച രീതിയിലാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുക, ആളെ പ്രൊമോട്ട് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഡിമോഷൻ ആണ്. ഡിമോഷൻ എന്ന് പറഞ്ഞാല് ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, salary and responsibilities of an employee. Demotions serve a useful purpose in the sense that they keep the employee vigilant and alive to their responsibilities and duties. Okay. നേരെ വിപരീതമാണ് കേട്ടോ, ഓപ്പോസിറ്റ് ആണ്. പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ വരിക. എന്താ ചെയ്യുന്നത് ഇവിടെ? അതായത് ഒരാളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അയാളുടെ സാലറി എന്താണ്, ഡിഗ്രേഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ താഴ്ത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിമോഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സാലറിയും സ്റ്റാറ്റസും മാത്രമല്ല ഡിഗ്രേഡ് ചെയ്യുക, മറിച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടി എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. അപ്പോ പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. ഡിമോഷനിലൂടെ ഒരാളുടെ സ്റ്റാറ്റസ്, അയാൾ ഇതുവരെ ചെയ്തിരുന്ന ജോലിയുടെ സ്റ്റാറ്റസ്, സാലറി, റെസ്പോൺസിബിലിറ്റീസ് എല്ലാനും താഴ്ത്തപ്പെടുന്നു. ഉയർന്ന ജോലിയിലുള്ള ആളായിരിക്കാം അല്ലെ, അയാളുടെ സ്റ്റാറ്റസ് എന്താവുന്നു, ഡിമോഷനിലൂടെ അല്ലെങ്കിൽ തീരെ താഴ്ന്ന ഒരു ജോലിയായിട്ട് മാറുന്നു. 1,00,000 രൂപ ശമ്പളം കിട്ടിയിരുന്ന ഒരാളായിരിക്കാം, എന്ത് ചെയ്യുന്നു, 10, 20, 50 ഇതിൽ ഒതുങ്ങുന്നു അയാളുടെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വഹിച്ചിട്ടുള്ള ആളാകാം, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നു, കുറയും. ഇത്രയും കാര്യങ്ങളാണ് ഡിമോഷനിലൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഡിമോഷൻ നടത്തുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ഓർഗനൈസേഷൻ ആയാലും ഹോസ്പിറ്റൽസിനായാലും ഡിമോഷൻ നടത്തുന്ന ഒരു പർപ്പസ് ഉണ്ട്. എന്താണ് ആ പർപ്പസ് എന്നുകൂടി നമുക്ക് നോക്കാം. എംപ്ലോയീസിനെ വിജിലന്റ് ആയി നിർത്താനും എംപ്ലോയീസ് തന്റെ റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ ചെയ്യാനുമാണ് ഡിമോഷൻ നടത്തുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ചിലപ്പോ അദ്ദേഹം എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഡിമോഷൻ നടത്തുവാണെങ്കിൽ ഈ ഒരു കാര്യം മറ്റു ജോലിക്കാരെ കാണുകയും അവരെന്ത് ചെയ്യും,
ഈ കാര്യം അതുപോലെ ഡിമോഷൻ ചെയ്യപ്പെട്ട എംപ്ലോയി ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടാകും. അല്ലെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാകും. നല്ല രീതിയിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ വിജിലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് മികച്ചതായി ചെയ്യാൻ നോക്കണം. അപ്പൊ ഇത്തരം ജോലിക്കാർക്കിടയിൽ വിജിലന്റ് ആയിരിക്കാനും റെസ്പോൺസിബിലിറ്റീസ് മികച്ച രീതിയിലും നൽകാനും വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ഓർഗനൈസേഷൻ ഡിമോഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റേറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ദെൻ എന്താണ് അതിന്റെ എയിം എന്നത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണോ? ഡിമോഷൻ ക്ലിയർ ആണോ? ദെൻ അടുത്തത് ട്രാൻസ്ഫർ ആണ്. നമ്മളൊക്കെ കേട്ട് പരിചയിച്ച് വന്ന എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് ട്രാൻസ്ഫർ അല്ലെ. A transfer is a horizontal or lateral movement of an employee from one job section, department or position to another at the same or another place where his salary, status and responsibility are the same. It generally does not consist of a promotion, demotion or a change in job status other than movement from one job or place to another. Transfers are generally affected to build up a more satisfactory work team. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, മൂവ്മെന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്നോ അതുമല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്നോ ആളുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ? ട്രാൻസ്ഫർ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഒരു വ്യക്തിയെ ഒരു ജോബിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്നോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഒരു പൊസിഷനിൽ നിന്നോ മൂവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ നടത്തുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സാലറിയിലോ സ്റ്റേറ്റസിലോ റെസ്പോൺസിബിലിറ്റിയിലോ ചേഞ്ച് വരുന്നില്ല. അത് അതുപോലെ തന്നെയുണ്ട്. ജസ്റ്റ് സ്ഥലം അല്ലെങ്കിൽ ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിലോ അല്ലെങ്കിൽ സാലറിയിലോ റെസ്പോൺസിബിലിറ്റിയിലോ ഒന്നും എന്ത് വരുന്നില്ല? ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, ഇതൊരു പ്രൊമോഷൻ ആയിട്ടോ ഡിമോഷൻ ആയിട്ടോ കണക്കാക്കപ്പെടുന്നില്ല. ഓക്കെ, എന്തായിട്ട് കണക്കാക്കപ്പെടുന്നില്ല? പ്രൊമോഷൻ ആയിട്ടും കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഡിമോഷൻ ആയിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മൂവ്മെന്റ് ആണ്. ജോബ് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റുന്നതിനെയാണ് എന്ത് പറയാ? ഈ ഒരു സ്ഥലം മാറ്റം, പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ഓർഗനൈസേഷൻസ് നടത്തുന്നതെന്നാണ് ആ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ പറയാം, കേരളത്തില് ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് കേരളത്തിലുണ്ട്. ഫേമസ് ആയിട്ടൊരു ഹോസ്പിറ്റലാണ്. കേരളത്തിൽ എല്ലായിടത്തും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കേരളമാണ്. അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഇതിന്റെ ബ്രാഞ്ച് തുടങ്ങാനായിട്ട് അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടത്തെ പോലെ തന്നെ, അതായത് കേരളത്തിൽ എത്ര മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ തമിഴ്നാട്ടിൽ അവർ തുടങ്ങാനായിട്ട് വിചാരിച്ചു തിങ്ക് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഇതേപോലെ ഒരു ബ്രാഞ്ച് അവർ തുടങ്ങാനായിട്ട് കരുതി. അപ്പൊ എന്ത് ചെയ്യും? അവിടെ മികച്ച രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ? അതൊരു വേറൊരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഇവിടത്തെ പോലെ മലയാളികൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെ അവർ പണിയെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ ഒരാൾ എന്തായാലും വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു സ്ഥാപനങ്ങള്? നമ്മുടെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലേക്കോ ഇയാളെ ട്രാൻസ്ഫർ ചെയ്യും. ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നല്ലൊരു വർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓർഗനൈസേഷന് മൊത്തത്തില് നല്ല രീതിയിൽ വർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആളുകളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ?
Then അടുത്തത് separations ആണ് കേട്ടോ. Separation means termination of service or agreement with the organization for some reasons. The employee may be separated from the payroll of an organization because of. അതായത് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എഗ്രിമെന്റ് കാലാവധി തീരുകയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ സേവനം മതിയാക്കുകയോ ചെയ്യുന്നതിനെയാണ്, സേവനം അവസാനിപ്പിച്ചിട്ട് പോരുന്നതിനെയാണ് എന്ത് പറയുന്നത്, സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ജോലിയിൽ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് നിൽക്കേണ്ട ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു, ഡ്യൂറേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ സേവനം മതിയാക്കി പോരുവാണ്, ഇതിനെയാണ് എന്ത് പറയാ, സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ 4 വിധത്തിലുണ്ട്. ആ 4 വിധത്തിലുള്ള സെപ്പറേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് പറയാൻ പോകുന്നത്. Resignation may be put in voluntarily by the employee on account of health, physical disability, better opportunities elsewhere, reason of marriage, etc. ആദ്യത്തേതെന്ന് പറയുന്നത് ചില ആളുകള് എന്ത് കാരണങ്ങൾ കൊണ്ട് റിസൈൻ ചെയ്യാറുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് കാരണം റിസൈൻ ചെയ്യാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു അസുഖബാധിതനാവുകയാണെങ്കിൽ അയാൾക്ക് ആ ജോലി പിന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്, അയാള് സെപ്പറേഷൻ വാങ്ങിച്ച് അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോരാറുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്തത് ഫിസിക്കൽ ഡിസബിലിറ്റി, അതായത് ശാരീരികമായിട്ട് വൈകല്യങ്ങളുള്ളവര്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിയിൽ തുടരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരും എന്ത് ചെയ്യാറുണ്ട്, റിസൈൻ ചെയ്ത് പോരാറുണ്ട്. ദെൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ, ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ട്രെൻഡാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് അല്ലെ. അതായത് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു അവസരം നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജോലി ചെയ്യോ, ഒരിക്കലും ചെയ്യില്ല അല്ലെ. ഇവിടത്തെക്കാളും ഇരട്ടി ശമ്പളമാണ് ഇവിടെ കിട്ടുക, നമുക്ക് പുറം രാജ്യങ്ങളിൽ കിട്ടുക. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടല്ലേ പോവുള്ളൂ. മാത്രമല്ല നമ്മുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആവും, നമ്മുടെ ലൈഫ് സെറ്റിൽ ആവും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. ദെൻ റീസൺ ഓഫ് മാരേജ് എറ്റ്സെട്ര, അതുപോലെ തന്നെ ചില ആളുകള് വിവാഹം കഴിഞ്ഞാൽ ചില സ്ത്രീകളൊക്കെ എന്ത് ചെയ്യാറില്ല, ജോലിക്ക് പോവാറില്ല, റിസൈൻ വാങ്ങിച്ചു പോരുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങളും ഉണ്ടാവാം. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവാറുണ്ട്, ഓർഗനൈസേഷൻ സെപ്പറേഷൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകാറുണ്ട് എംപ്ലോയീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഒന്ന് ഹെൽത്ത്, ഫിസിക്കൽ ഡിസബിലിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, റീസൺ ഫോർ മാരേജ്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. ഓക്കെ, a discharge involves permanent termination of an employee from the payroll because of violation of rules or for insufficient performance. ഇനി ഇവിടെ നടക്കുന്നത് ഒരു ഡിസ്മിസൽ ആണ്. ആളുകളെ ചിലപ്പോൾ പിരിച്ചുവിടാറുണ്ട് അല്ലെങ്കിൽ ടെർമിനേഷൻ കൊടുക്കാറുണ്ട്, പെർമനന്റ് ആയിട്ട് ടെർമിനേഷൻ കൊടുക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ടെർമിനേഷൻ കൊടുക്കുക? ഒന്നില്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ റൂള് തെറ്റിച്ചിട്ടാവാം, നിയമത്തിന് അല്ലെങ്കിൽ എന്താ പറയാ, നിയമം ലംഘിച്ചാൽ, ഒരു ഓർഗനൈസേഷന്റെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനെ നമ്മൾ ടെർമിനേറ്റ് ആവും. രണ്ടാമത്തത് ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് ആണ്. ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാത്തത് കൊണ്ട്, അതായത് ജോലി നല്ല രീതിയിൽ ചെയ്യാത്തത് കൊണ്ട്, ജോലിയില് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് കൊണ്ട്, ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാം, ആളെ ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ടെർമിനേഷൻ ഓർ ഓർഗനൈസേഷൻ കൊടുക്കുക. അതിനകത്ത് ഒന്നാണ് അവിടുത്തെ റൂൾസ് വയലേറ്റ് ചെയ്യുക, രണ്ടാമത്തേതാണ് ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്. അപ്പൊ 2 കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. വയലേഷൻ ഓഫ് റൂൾസും അണ്ടർലൈൻ ചെയ്യുക, ഇൻസഫിഷ്യന്റ് പെർഫോമൻസും അണ്ടർലൈൻ ചെയ്യുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് സസ്പെൻഷൻ റെഫർ. അവിടെ 2 സസ്പെൻഷൻ വരുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, ഒരു സസ്പെൻഷൻ മാത്രം മതി കേട്ടോ. സസ്പെൻഷൻ refers to an HR related action in which the employee is terminated from work for a specific period of time, usually without pay, as a form of a disciplinary action. അതായത് HR ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു എന്താ പറയാ, ഒരു ടെമ്പററി ആയിട്ട് ആളുകളെ
സസ്പെൻഡ് ചെയ്യുക. അതായത് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇന്ന പീരീഡ് ഓഫ് ടൈമിലേക്ക് എന്ത് ചെയ്യും, അവർക്ക് വേതനമില്ലാതെ അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സസ്പെൻഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. എന്തെങ്കിലും അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ HR-മായി ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ പണിഷ് ചെയ്യുന്നതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് ചെയ്യാറുണ്ട്, ഓർഗനൈസേഷൻസ് അവരെ ഒരു പണിഷ്മെന്റിനായിട്ട് എന്ത് കൊടുക്കാറുണ്ട്, അവർക്ക് കുറച്ചു കാലത്തേക്ക് അവരെ ജോലിയിൽ നിന്ന് മാറ്റാറുണ്ട്. ചിലപ്പോ ഒരു 6 മാസം ആകാം, അല്ലെങ്കിൽ എന്താ പറയാ 4 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒന്നും ഉണ്ടാവാറില്ല, 6 മാസത്തേക്കുള്ളിൽ പോവാറില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമില് അവർക്ക് ഇത് കൊടുക്കും. അവർക്ക് ഈ സമയത്ത് ശമ്പളം ഉണ്ടാവില്ല, അതാണ് പ്രത്യേകത. ശമ്പളം അവർക്ക് കൊടുക്കില്ല സസ്പെൻഷൻ കാലയളവില്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂവീസിലൊക്കെ പോലീസ് ഓഫീസേഴ്സിനൊക്കെ എന്ത് കൊടുക്കാറുണ്ട്, സസ്പെൻഷൻ കൊടുക്കാറുണ്ട് അല്ലെ. ഒരു 6 മാസത്തേക്കൊക്കെയാണ് സസ്പെൻഷൻ കൊടുക്കുക. അവരെന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ പണിഷ് ചെയ്യുന്നതാണ് എന്ത്, സസ്പെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ നമുക്ക് പറയാം. ലേ ഓഫ് ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ഓഫ് ദ എംപ്ലോയി from the payroll owing to factors which can be controlled by the employer. The purpose of a layoff is to lessen the financial burden on our organization when human resources cannot be utilized in a proper manner. ഇനി ചില ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ആയിട്ട് ക്രൈസിസ് വരുന്ന ഒരു സമയത്ത് അവർക്ക് ആളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അവിടെയുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മൊത്തമായിട്ട് പിരിച്ചുവിടാറുണ്ട്. ആ ഒരു പ്രോസസ്സാണ് 4ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് കേട്ടോ. നമ്മൾക്ക് അറിയാം ചില IT കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടാറുണ്ട്. കാരണം അവരുടെ ആ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും മാത്രമല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസും ഒക്കെ നേരിടുന്ന സമയത്ത് ഓർഗനൈസേഷന് നിർബന്ധപൂർവ്വം ആളുകളെ, അവരുടെ മാനേജ്മെന്റിന് നിർബന്ധപൂർവ്വം ആളുകളെ പിരിച്ചുവിടാനുള്ള ഒരു പ്രവണതയാണ് ദാറ്റ് ഈസ് 4th പോയിന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും രീതിയിലാണ് എന്തുണ്ടാവുക, ആളുകളെ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മോചിപ്പിക്കുക കേട്ടോ. ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞു, ഫിസിക്കൽ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ മാരേജ് ആവാം, മറ്റു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കൊണ്ടാവാം. രണ്ടാമത്തേത് പറഞ്ഞു വയലേഷൻ ഓഫ് ലോ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് ആളുകളെ സെപ്പറേറ്റ് ചെയ്യാം, ഈ സെപ്പറേഷൻ കൊടുക്കാം. മൂന്നാമത്തേത് സസ്പെൻഷൻ ആണ്, കുറച്ച് ഇന്ന പീരീഡ് ഓഫ് ടൈമിൽ വേതനമില്ലാതെ അവരെ മാറ്റി നിർത്തുന്നു. 4ാമത്തേതാണ് പെർമനന്റ് ആയിട്ട് അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക. അതായത് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്ന ചിലപ്പോൾ അടച്ചുപൂട്ടലിന് ഭീഷണിയിലായിരിക്കാം, അങ്ങനെയുള്ള സമയത്തൊക്കെ ആളുകൾ ഇങ്ങനെ പിരിച്ചുവിടാറുണ്ട്. അടുത്തത് എംപ്ലോയി ട്രെയിനിങ് ആണ്. Training is a process of learning a series of programmed behavior. It is the application of knowledge. It makes people aware of the rules and procedures to manage their behavior. It tries to refine their performance on the current job or make them ready for an intended job. Primary purpose of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention, and for personal growth. എന്താണ് എംപ്ലോയി ട്രെയിനിങ്? നിങ്ങൾ പോയിട്ടുണ്ടോ? എംപ്ലോയി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടോ? എന്തിനാണ് എംപ്ലോയി ട്രെയിനിങ് നടത്തുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് മെയിൻ റീസൺ എംപ്ലോയി ട്രെയിനിങ് നടത്താനുള്ള? ജോബിനെ കുറിച്ച് അറിയാനാണ് അല്ലെ? പിന്നെ ജോബിനെ കുറിച്ച് അറിയാനാണ് മെയിൻ ആയിട്ട് അല്ലെ? ഒരു ജോബിന്റെ ട്രെയിനിങ് ആണ് നമുക്ക് അവിടെ തരുന്നത്. ഇപ്പൊ പറയാം, അതായത് എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോഗ്രാം ആണ് എന്ത്, അല്ലെങ്കിൽ പ്രോസസ് ആണ് എംപ്ലോയീസ് ട്രെയിനിങ്. ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ.
എംപ്ലോയീസിന്റെ നോളജ് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ എംപ്ലോയി ട്രെയിനിങ് എന്ന് ചോദിച്ചാല് എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോസസ് ആണ് എംപ്ലോയീസ് ട്രെയിനിങ്. ഓക്കെ, അതാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയായിരുന്നോ? ക്ലിയർ ആണോ? ഷോർട്ടായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇതിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒന്നും കൂടി പറയണോ? എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോസസ് ആണ് എംപ്ലോയീസ് ട്രെയിനിങ്. ഓക്കെ, ഇനി ഇതിലൂടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില നേട്ടങ്ങളുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ എംപ്ലോയി ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത്? ഒരാളെ നമ്മൾ, ഒരു തൊഴിലാളികളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാല് ഇതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. തൊഴിലാളികളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും എംപ്ലോയി ട്രെയിനിങ്ങിലൂടെ. രണ്ടാമത്തത് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയീസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയീസിന്റെ ക്വാളിറ്റി മാത്രമല്ല കേട്ടോ, ഓർഗനൈസേഷന്റെ ക്വാളിറ്റിയും ഇതിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ വർദ്ധിക്കും ഇതിലൂടെ. ഒരു ഓർഗനൈസേഷന് ഈ എംപ്ലോയി ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ പല ആവശ്യങ്ങളും ഉണ്ടാവും, അത് അവർക്ക് നിറവേറും എന്നാണ് പറയാ കേട്ടോ. ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നു. ദെൻ പേഴ്സണൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പേഴ്സണൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ വ്യക്തികൾക്ക് എംപ്ലോയി ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മളിപ്പോ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് പോയി അല്ലെങ്കിൽ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ജോലിയെ കുറിച്ച് പല കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കും അല്ലെ. നമ്മൾ ഇതുവരെ അറിയാത്ത അറിവുകൾ ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടോ? ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറെ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? നോളജ് കിട്ടിയിട്ടില്ലേ? നോളജ് കിട്ടിയിട്ടുണ്ടോ? ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടില്ലേ? ഓക്കെ, അതാണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മളെ തന്നെ മാറ്റിമറിക്കും. ഒരു ട്രെയിനിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള്, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അതാണ് പേഴ്സണൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ പ്രൊമോഷൻ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമില് ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം? എന്തൊക്കെ സ്റ്റെപ്സുകളിലൂടെയാണ് ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്താണ്? അതായത് ട്രെയിനിങ്ങിന്റെ ആവശ്യകതകൾ തിരിച്ചറിയുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്, എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ്, ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നതിന് വേണ്ടി, ഒരു ജോലിക്കായി തയ്യാറെടുക്കാനായിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണർ എന്ന് പറയുന്നത് എംപ്ലോയിയാണ് പറയുന്നത്, എംപ്ലോയി തൊഴിലാളിയാണ് പറയുന്നത്. എംപ്ലോയീസിനെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആവശ്യകതകൾ തിരിച്ചറിയുക, ജോലിക്കായി തയ്യാറെടുക്കുക, അതുപോലെ എംപ്ലോയീസിനെ തയ്യാറെടുപ്പിക്കുക. Then നാലാമത്തെ പോയിന്റ്, presentation of operations and knowledge. The most important step in a training program is presentation of preparation and knowledge. The trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. The learner should be
told of the series of entire job and why each step in its performance is necessary. Presentation of operational knowledge എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളുടെയും അറിവിന്റെയും അവതരണം. അതാണ് അതിന്റെ കറക്റ്റ് മീനിങ് വരെ കേട്ടോ. പ്രവർത്തനങ്ങളുടെയും അറിവിന്റെയും അവതരണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ട്രെയിനിങ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. അതായത് ഇതിലൂടെ ലേണർക്ക് പുതിയ അറിവുകളും, അതായത് ലേണർ എന്ന് പറയുന്നത് തൊഴിലാളികളെയാണ് കേട്ടോ. ലേണർക്ക് പുതിയ അറിവുകളും പ്രവർത്തനങ്ങളും നൽകുന്നതിന് എന്ത് ചെയ്യണം? ട്രെയിനർ അദ്ദേഹത്തോട് വ്യക്തമായ കാര്യങ്ങള് പറയണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ലേണർ പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ അറിവുകൾ കിട്ടണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? എംപ്ലോയിനോട് അതേക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ചില ആളുകൾ എക്സ്പ്ലെയിൻ ആയിരിക്കും ചെയ്യുക, ചില ആളുകള് ചിത്രീകരിക്കും, വിഷ്വലൈസ് ചെയ്യും. ചില ആളുകളാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ എന്താ പറയാ, അതിന് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ പോയിന്റുകളായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുക ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഈ ഒരു സ്റ്റെപ്പ് പോകുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ലേണർ, അതായത് തൊഴിലാളികൾക്ക് പുതിയ അറിവുകൾ കൊടുക്കുന്നു, നോളജ് കൊടുക്കുന്നു, വ്യക്തമായി അയാൾ സംസാരിക്കുന്നു. ട്രെയിനർ, അതായത് ഇദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? വ്യക്തമായിട്ട് എന്താണ് ജോലി, എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേണമെങ്കിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് അത് പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പല മെത്തേഡിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ആണ് performance cry out. Under this, the trainee is asked to look through the job several times slowly and explain to him each step. Mistakes should be corrected. Then the trainee is advised to do the job step by step, building up skill and speed. എന്താണ് നോക്കാം ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അതായത് ഈ പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറഞ്ഞാൽ സാവധാനം തൊഴിലാളികളെ ജോലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പിലൂടെയും ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് വിശദീകരിച്ചു കൊടുത്ത് സാവധാനം ആളുകളെ ജോലി പഠിപ്പിക്കാനായിട്ട് അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ജോലിയുടെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്ത് ട്രെയിനർ കൊടുക്കുക. അതുപോലെ തന്നെ അവര് പഠിച്ച കാര്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം, ട്രെയിനറോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറയാം. അപ്പൊ ആദ്യം തുടങ്ങി എന്ത് ചെയ്യും? തൊഴിലാളികളോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് ഈ ട്രെയിനർ എന്ത് ചെയ്യും? എന്തൊക്കെയാണ് ഈ ജോലിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വിശദമായിട്ട് പറയും. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം പഠിച്ച കാര്യങ്ങള് വീണ്ടും ഇവരോട്, അതായത് ഈ ട്രെയിനറോട് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. സ്ലോലി പ്രോഗ്രസ് ആണ്. ഇതിലൂടെ അവർക്ക് തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കും. അവർ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ അത് തിരുത്താനായിട്ട് സാധിക്കും. തുടർന്ന് അവർക്ക് അവരുടെ ജോലിയില് കഴിവും വേഗതയും വർദ്ധിക്കും. നമ്മൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് അല്ലെ, നിങ്ങളിത് പഠിച്ചിട്ട് എന്നോട് ഞാൻ പറയാണ്, നിങ്ങളിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യം അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിലൂടെ നിങ്ങൾ എന്താ പഠിക്കുക? നിങ്ങൾ അത് പഠിച്ചെടുക്കും അല്ലെ. അതിനകത്ത് നിങ്ങൾക്കുള്ള എന്താ പറയാ കഴിവ് കൂടും, അതുപോലെ തന്നെ പറയാനുള്ള വേഗത കൂടും. ഒരു റിവിഷൻ അവിടെ നടന്നു ഓൾറെഡി. ഞാൻ നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ട്രെയിനിങ്ങിലൂടെ ആൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു, ആള് പറയേണ്ടത് നമ്മൾ കേൾക്കുന്നു, തെറ്റ് തിരുത്തുന്നു, അവരുടെ കഴിവും വേഗതയും കൂട്ടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? Then last one, കേട്ടോ. Follow up and evaluation of the program. It is with a view to testing the effectiveness of training efforts that this step is undertaken. അതായത് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണത്. അതായത് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പരിശോധിക്കുന്നതാണ് എന്ത് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിൽ ട്രെയിനിങ് കൊടുക്കുന്നു, ദെൻ അത് സക്സസ്ഫുൾ ആകുമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്
ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഓക്കെ, അത് അവർക്ക് എത്രത്തോളം എന്താണ് അവർക്കത് ആ ജോലിയുടെ മനസ്സിലേറ്റിയിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം ഇത് ചെയ്യാൻ കഴിയും എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി അടുത്ത ഭാഗം എടുക്കാമല്ലോ. അടുത്ത ഭാഗം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. പേരിൽ മാത്രം കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുള്ളൂ. ട്രെയിനിങ് മെത്തേഡ്സ് ആണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ട്രെയിനിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ്. ഫസ്റ്റ് വൺ, ഓൺ ദ ജോബ് ട്രെയിനിങ്. In the on-the-job training method, the employees are trained on the job at their places of work using actual tools, equipment, documents used by employees when they are fully trained. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് അഥവാ OJT എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. ഒരു സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് തന്നെ, ഇപ്പൊ ഏത് സ്ഥാപനത്തിലാണോ അവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല അത് അവിടെ ജോലിക്ക് വന്നിട്ടുള്ള ട്രെയിനി ആണോ അല്ലെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം അവര് ജോലി പോലെ തന്നെയാണ് അത് ചെയ്യുക. ആ ട്രെയിനിങ് പീരീഡില് അവര് കറക്റ്റ് എന്താണ് ആ ജോലി അതുപോലെ തന്നെയാണ് ആ ഒരു ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്യുക. മാത്രമല്ല അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഈ ജോലി സ്ഥലത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ ഒക്കെ അന്തരീക്ഷത്തിൽ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ട്രെയിനീസ് ആയിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഒരു ട്രെയിനീസ് ആണോ, ആരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഒരു ട്രെയിനീസ് ആണെന്ന്, അല്ലെങ്കിൽ അവരവിടെ ജോലിക്ക് വന്നിരിക്കുന്ന ആളുകളാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം തന്നെ, ഒരു സ്ഥാപനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്, ജോലി പോലെ തന്നെ അവരെ ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇതിന്റെ രണ്ടെണ്ണം പറയുന്നുണ്ട് ഇവിടെ. ആദ്യത്തെ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, JIT. This method is also known as training through gradual learning. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് JIT എന്നാണ് എന്റെ ഷോർട്ട് ഫോം വരിക. ഇതിന്റെ മറ്റൊരു പേരാണ് ഗ്രാജുവൽ, അല്ലെങ്കിൽ എന്താ പറയാ, അത് അറിയപ്പെടുന്നത് ഗ്രാജുവൽ ലേണിംഗ് എന്നാണ്. അതായത് ആളുകളെ ഗൈഡ് ചെയ്യുന്നു, ഗൈഡ് ചെയ്തിട്ട് അവരെ ഓരോ കാര്യങ്ങള് പതുക്കെ പതുക്കെ സ്ലോലി ആയിട്ട് എന്ത് ചെയ്യുന്നു, പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയാണത് ഈ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ജോലിക്കായിട്ട് ഒരു കൂട്ടം ആളുകൾ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നിരന്തരമായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അവരെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണിത്. ഓക്കെ, സ്ലോലി ആണ് കേട്ടോ, അതൊന്ന് എഴുതി വെക്കുക. സ്ലോലി ആണ് ലേൺ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അപ്രന്റീസ്ഷിപ്പ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ നമ്മള് ചില സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങള് അങ്ങനെ പോയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. In this, a person is learning a trade from a skilled employer having agreed to work for a fixed period at low wages. അതായത് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്കിൽഡ് എംപ്ലോയറിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ട്രേഡ് പഠിച്ചെടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ഉണ്ടാവും. നമ്മൾ ഏത് സമയവും നമ്മളെ സൂപ്പർവിഷൻ തരാനായിട്ട് ആ ഒരു ട്രെയിനർ ഉണ്ടാവും. അദ്ദേഹം ആ ഒരു ജോലിയില് വളരെയധികം വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, വിവേക ബുദ്ധിയോ? വിവേക ബുദ്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? നെക്ചൂസ് എന്താ പറയുന്നേ? സ്കിൽഡ് എംപ്ലോയറുടെ അണ്ടറിൽ നിന്നുകൊണ്ട് ജോലി പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ
ഇതിനൊരു ഫിക്സഡ് പീരീഡ് ഉണ്ടാവും. ഈ ഒരു ജോലി ചെയ്യുന്നതിന് എന്താണ് ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടാകും. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ളൊരു ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ തുച്ഛമായ ഉള്ള ഒരു എന്താ പറയുക പോക്കറ്റ് മണി പോലെ നമുക്കൊരു സാലറി കിട്ടുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ. നമ്മൾ വെറുതെ ഒന്നും പോകേണ്ട, നമ്മളുടെ ബസ് ഫെയറും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ ചിലപ്പോൾ അക്കോമഡേഷൻ ഒക്കെ ചിലപ്പോൾ ഫ്രീ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നതാണ്. അപ്പോ ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് എന്താ പറയാ ടെക്നിക്കൽ വർക്ക്സുകളാണ് കൂടുതൽ. അതായത് ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. പ്ലംബിംഗ് ജോലി, പ്ലംബിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്, അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുടെ സൂപ്പർവിഷനിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. അതിനകത്ത് യാതൊരു തെറ്റുകുറ്റങ്ങളോ മറ്റൊന്നും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ജോലിയെ അങ്ങനെയായിട്ട് നമ്മൾ കാണുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് പറയാലോ. ഇനി അടുത്തത് ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആണ്. ഇൻ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the workers, employees learn their job roles away from the actual work floor. അതായത് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞത് ജോലി സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് ട്രെയിനിങ് നൽകുന്ന രീതിയാണ്. എന്നാൽ ഈ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് ട്രെയിനിങ് കൊടുക്കപ്പെടുന്നു. ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളില് പൊതുജനങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, അവർ ഏർപ്പെടുത്താറുണ്ട്. ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യും? അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇതിവർ എന്ത് ചെയ്യും? ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും നടത്തുക. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? അകത്ത് വന്ന് ക്ലാസ് എടുക്കുക. ക്ലാസ് റൂം അവർ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ ക്ലാസ് റൂം ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്ത് പോയിട്ടാണ് എന്ത് ചെയ്യുക? ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അവര് വേറെ സ്ഥലത്തോട്ട് അയച്ചിട്ടാണ് എന്ത് ചെയ്യുക? ട്രെയിനിങ് കൊടുക്കുക. എന്നാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അവിടെ തന്നെ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ട് ആളുകളെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുക ചെയ്യുക. അപ്പൊ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഓഫ് ദ ജോബ് മെത്തേഡ് പ്രയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളുകളെ പുറത്തോട്ട് അയച്ച് ട്രെയിനിങ് എടുപ്പിക്കുന്നത്? അതായത് ആളുകളുടെ എണ്ണത്തിലുള്ള കൂടുതൽ, അതായത് കൂടുതൽ ആളുകൾ ട്രെയിനിങ്സ് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ, തൊഴിലാളികൾ കൂടുതൽ വരികയോ അല്ലെങ്കിൽ പഠിക്കേണ്ട ജോലി കുറച്ച് ടഫ് ആണെങ്കിലോ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ ആളുകളെ പുറത്തേക്ക് ട്രെയിനിങ്ങിന് വിടാറുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട്, രണ്ടാമത്തത് പഠിക്കേണ്ട ജോലി ടഫ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡ് ഇതാണ്. ഇനി അത് പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പിലാണ് ആ ഒരു ട്രെയിനിങ് നടത്താറുള്ളത്. ഇതിനകത്ത് ആദ്യം വരുന്നത് ലെക്ചേഴ്സ് ആണ്. ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ക്ലാസ് റൂം പോലെ തന്നെ. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുന്നു, ആ ഒരു മെത്തേഡ്. പക്ഷെ നമ്മൾ ഓൺലൈൻ ആണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഓഫ്ലൈൻ ആണ്. കാരണം ജോബ് ഓറിയന്റഡ് കോഴ്സ് ട്രെയിനിങ് ആണ് അല്ലെ. അപ്പോ ഒരു നമ്മുടെ ക്ലാസ് റൂമുകളിലും അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, ആ ജോബിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് അവിടെയുള്ള ആ ട്രെയിനികളായിട്ടിരിക്കുന്നവർക്ക് ഷെയർ ചെയ്യുന്നു. അവര് എന്ത് ചെയ്യാം? നോട്ടുകളൊക്കെ കുറിച്ചെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിന് വന്ന ആൾക്ക്, അതായത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾക്ക് ഈ ക്ലാസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ അയാൾക്ക് കുറെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാം, ചാർട്ടുകളിലൂടെ കുറെ കാര്യങ്ങൾ പ്രസന്റേഷൻ ചെയ്യാം, അങ്ങനെ ഓഡിയോ ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പൊ ക്ലാസ് പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഇതിന് നിങ്ങൾ പോയിട്ടുണ്ടോ? ലെക്ചേഴ്സിനാണെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നേ ട്രെയിനിങ്ങിനായിട്ട് കേട്ടോ. പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല? ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല ആരും ഇന്നേ വരെ?
ജിൻഷ പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് അവരവിടെ പ്രസന്റ് ചെയ്യുക. പുറത്തുനിന്നുള്ള ആളുകളല്ലേ വരുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അകത്തുള്ള ആളുകൾ ഉണ്ടാവും, എന്നാലും പുറത്തുനിന്നുള്ള ആളുകൾ, കാരണം ജോലിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് അവിടെ വന്ന് ക്ലാസ് എടുക്കുക കേട്ടോ. അതാണ് ലെക്ചേഴ്സിന്റെ പ്രത്യേകത. ദെൻ അടുത്തത് വെസ്റ്റിബ്യുവൽ ട്രെയിനിങ്. വെസ്റ്റിബ്യുവൽ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് കേട്ടോ. ഉണ്ടായിരുന്നു. Vestibular training, it is a classroom training which is often done with the help of the equipment and machines which are identical with those in use in the place of work. ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യും. എന്നിട്ട് യഥാർത്ഥത്തില് എങ്ങനെയാണ് ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ആ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യും. ഡെമോ പോലെ കാണിക്കുന്നതാണ്. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുക. ഒരു ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റിനെ അതുപോലെ തന്നെ പകർത്തി ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നു. അവിടെ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഒരിടത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. ഇതിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യുവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ചെലവ് കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും ഇതിന് കുറച്ച് ചെലവ് കൂടുതലാണെന്ന് പറയുന്നത്? എന്തായിരിക്കും? കമന്റ് ചെയ്തേ. എന്തുകൊണ്ടായിരിക്കും ചെലവ് കൂടുതൽ, എക്സ്പെൻസ് കൂടുതലായിരിക്കും, കോസ്റ്റ്ലി ആണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്? അറിയില്ല, എന്തായിരിക്കും ചെലവ് കൂടുതല്? ഒരു യഥാർത്ഥ വർക്കിംഗ് എക്യുപ്മെന്റ്സ്, യഥാർത്ഥ വർക്കിംഗ് എൻവയോൺമെന്റിനെ നമ്മൾ കോപ്പി ചെയ്ത് ഒരു ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്യാണ്. ഇതിലൂടെ ഇതിന്റെ പ്രധാനപ്പെട്ട പുറത്തുനിന്ന് വരുന്നവരാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ എക്യുപ്മെന്റ് ഒക്കെ അതേപോലെ തന്നെ എടുത്തു വെക്കുകയാണ്. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് എക്യുപ്മെന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് ഉള്ളത്, അത് തന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ ട്രെയിനേഴ്സിന്, അതായത് ജോലിക്കായിട്ട് വരുന്ന എംപ്ലോയീസിന്, ട്രെയിനിങ്ങിനായിട്ട് വരുന്ന എംപ്ലോയീസിന് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, റിയൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ അവരുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വന്നിരിക്കുന്ന ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ആളുകൾക്ക് ജോലി എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ദോഷം എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസ് കൂടുതലുമാണ്. രണ്ടെണ്ണം മനസ്സിലായല്ലോ, ലെക്ചർ മനസ്സിലായി, വെസ്റ്റിബ്യുവൽ ട്രെയിനിങ് മനസ്സിലായി. ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്ത പറയാലോ. അടുത്തത് കോൺഫറൻസ് ആണ് കേട്ടോ. കോൺഫറൻസസ് എന്ന് പറഞ്ഞാല് ഈ ജോലിയിൽ പ്രാവീണ്യമുള്ള ആളുകൾ വരും. അത് ഒരു കമ്പനിയിൽ ആളുകളാവാം, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആ ജോലിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാവാം. അവരൊക്കെ ചേർന്നിട്ട് എന്താ പറയുക, ഒരു സെമിനാർ പോലെ കണ്ടക്ട് ചെയ്തിട്ട് ആളുകൾക്ക്, അതായത് എംപ്ലോയീസിന് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ് കോൺഫറൻസസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിലൂടെ ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നാലാമത്തത് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതിന്റെ തന്നെ ഒരു വെർഷൻ ആണ്. എംപ്ലോയീസിനെയും അതുപോലെ ജോലിയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് അവരുടേതായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു, അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നു, അങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന രീതിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അടുത്തത് കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാല് ഇവിടെ ബ്രാക്കറ്റിൽ ലേണിംഗ് ബൈ ഡൂയിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന എംപ്ലോയീസിന് ഒരു ഡോക്യുമെന്റോ ഒരു ഫയലോ ഒരു ബുക്കോ കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം അവരോട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറയും. അത് പഠിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറയും. അതിന്റെ പ്രോബ്ലം സോൾവിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയും. ഇത്തരത്തില് എന്താ പറയാ, ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. ജോലിക്ക് വന്നിരിക്കുന്ന എംപ്ലോയീസിനോട് കേസ് സ്റ്റഡീസ്, അതായത് ബുക്കുകളോ ഫയലുകളോ ഡോക്യുമെന്റുകളോ കൊടുക്കും. അതിലൂടെ അത് അവർ വിശദമായി പഠിച്ചതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേസ് സ്റ്റഡീസ്. ഇതിലൂടെ രണ്ട് ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക. ഒന്ന്, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കിട്ടും. രണ്ടാമത്തത്, അവർക്ക് ബെസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, അടുത്ത പറയാണ് കേട്ടോ. റോൾ പ്ലേയിങ്. Role playing can be defined as pretending to be someone else or pretending to be in a particular situation that you are not really in at the time. Role playing എന്ന് പറഞ്ഞാല് ഒരാളെ ഇൻവൈറ്റ് ചെയ്യും. കുറെ ആളുകൾ ഇരിപ്പുണ്ടല്ലോ, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുറെ എംപ്ലോയീസ് വന്നിരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് സൂപ്പർവൈസറുടെ റോള് ചെയ്യാനായിട്ട് പറയും. എക്സാമ്പിൾ ആയിട്ട് പറയാണ് കേട്ടോ. സൂപ്പർവൈസർ ആവാം, ചിലപ്പോൾ മാനേജർ ആവാം, അല്ലെങ്കിൽ അതിന് മേലുള്ള ആളുകളാവാം. അവരുടെയൊക്കെ റോൾ ഒന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പറയും. ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ സൂപ്പർവൈസറുടെ ഒരു എന്താ പറയാ റോളാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ പോലെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ അവരുടേതായിട്ടുള്ള ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ടാസ്കുകൾ അവർക്ക് കൊടുക്കും. ഇപ്പൊ സൂപ്പർവൈസറുടെ ജോലിയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവിങ് നടത്താനായിട്ട് അവരോട് പറയുന്നതാണെന്ത് ഈ ഒരു റോൾ പ്ലേ എന്ന് പറയുന്നത്. ഇതും ഒരു ട്രെയിനിങ് മെത്തേഡാണ്. കാരണം ആളുകളെ കൂടുതലായിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, then next one, programmed instruction. It consists of a series of steps which are often set up through the central panel of an electronic computer as guides in the performance of a desired operation or series of operation. എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ചുരുക്കി പറയാം, യഥാർത്ഥത്തിലുള്ള തൊഴിൽ സാഹചര്യം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇമിറ്റേറ്റ് ചെയ്യും. ഒരു മോഡൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഒരു ജോലിക്കാരനെ നമ്മളൊരു ജോലിക്കായിട്ട് എടുക്കുകയാണ്. അയാൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടാണ് അയാൾക്ക് ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് യാതൊരു ട്രെയിനിങ്ങും ലഭിച്ചിട്ടില്ല. എന്താ ഇവിടെ പറ്റുക? എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാനാ പറഞ്ഞേക്കുന്നത്. അയാൾ എക്യുപ്മെന്റ് പ്രവർത്തിപ്പിച്ചു, ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. എന്താ അവിടെ ഉണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ അവിടെ ഉണ്ടാവുന്നേ? എക്യുപ്മെന്റിന് എന്ത് പറ്റും? എന്ത് പറ്റും എക്യുപ്മെന്റിന്? ഡാമേജ് ആവും അല്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തില് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അയാൾ ചെയ്യേണ്ട ജോലി വ്യക്തമായി അയാളെ ചിത്രീകരിച്ച് കാണിക്കുന്നതാണെന്ത് ഈ ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ജോലി ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോവാണ്, നിങ്ങൾ റിസപ്ഷനിലെ ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ല, നിങ്ങളോട് ജോയിൻ ചെയ്യാമെന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവര് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരും അല്ലെ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ജസ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണിച്ചു തരും നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ട ജോലി. ദാറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ ആണോ? then അടുത്തത് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. എ ട്രെയിനിങ് ഗ്രൂപ്പ് ഓർ ടി ഗ്രൂപ്പ്, അതായത് ഇതിനകത്തൊരു എറർ വന്നിട്ടുണ്ട് കേട്ടോ. ഓർ ടി ഗ്രൂപ്പ് ഒന്ന് വേണ്ട അവിടെ, അതൊന്ന് വേണ്ട, അത് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. ടി ഗ്രൂപ്പ് ട്രെയിനിങ്, എ ട്രെയിനിങ് ഗ്രൂപ്പ് ഇസ് എ കൈൻഡ് ഓഫ് ലേണിംഗ്, അത്ര മാത്രം മതി. ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, participants work together in a small group of 8 to 14 people over an extended period. Learning comes through analysis of their own experiences, including feelings, reactions, perceptions, and behavior. ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള എംപ്ലോയീസിനെ അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അതിനകത്ത് 8 മുതൽ 14 അംഗങ്ങൾ വരെ ഉണ്ടാവാം, മെമ്പേഴ്സ് വരെ ഉണ്ടാകാം. ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട്
ആ ട്രെയിനിങ് പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ആ ട്രെയിനിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്, റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ധാരണ, അവർക്ക് ഈ ഒരു ട്രെയിനിങ് ഇതിലൂടെ എന്തൊക്കെ ധാരണകൾ ഉണ്ടായി, അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങള് അവരെ കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യിക്കുന്നതിനെയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ട്രെയിനിങ്ങിന്റെ എന്തിലാണ് ഇത് ഉണ്ടാവുക, ട്രെയിനിങ് തീരാവുന്നതിന്റെ ഒരു എന്താ പറയാ ഒരു ഡേയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ നമ്മളെ കൊണ്ട്. നമ്മൾക്ക് ആ ട്രെയിനിങ് കൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇത്രയും മതി നമ്മൾ ഇന്ന് എടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഒരു ഡൗട്ടും ഇല്ല ആർക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട് ഉള്ളേ? പ്രമോഷന്റെ അകത്ത് പ്രമോഷനോ? പ്രമോഷൻ കഴിഞ്ഞിട്ട് ഡിമോഷൻ പറ്റില്ല, കഴിഞ്ഞിട്ട് ട്രാൻസ്ഫറോ? ട്രാൻസ്ഫറിന് മുന്നേ ആയിട്ട് ഡിമോഷൻ. ഡിമോഷൻ, ഡിമോഷൻ ആണോ? അത് അതിന്റെ എക്സ്പാൻഷൻ, അതിന്റെ എക്സ്പ്ലനേഷൻ, ഡിമോഷന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ. ഡിമോഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ജോലിയിൽ ഇരിക്കെ തന്നെ നമ്മളെ ഡിഗ്രേഡ് ചെയ്യാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ താഴ്ന്ന രീതിയിലുള്ള ജോലി നമുക്ക് തരുവാണെങ്കിൽ അതിനെയാണ് ഡിമോഷൻ എന്ന് പറയാം. ഇതിലൂടെ നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകും. കാരണം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയിരിക്കില്ല പിന്നീട് ചെയ്യുക, താഴ്ന്ന ജോലിയല്ലേ ചെയ്യുക. സാലറി നമ്മുടെ ഡിഗ്രേഡ് ആവും, അല്ലെങ്കിൽ സാലറിയിൽ കുറവ് വരും. അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കുറയും. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ജോലിയേക്കാളും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ജോലിയേക്കായിരിക്കും നമ്മളെ എന്ത് ചെയ്യുക, ഡിമോട്ട് ചെയ്യുക. അപ്പോ ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ വിജിലന്റ് ആവാനും അതുപോലെ തന്നെ അവര് അവരുടെ ജോലിയിൽ മികച്ച രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡിമോഷൻസ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ജിൻഷ? ഓക്കെ ആണ്? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല? ഡൗട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് ഇത് ഫിനിഷ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഇനി കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ഓക്കെ മാം, ആ റോൾ പ്ലേയിങ് ഒന്നുകൂടെ പറയൂ. റോൾ പ്ലേയിങ് പറയണോ? ഓക്കെ, പറയാലോ. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാല് അത് മനസ്സിലായില്ലേ? ഇപ്പോ ആരാ ചോദിച്ചത്? നെച്ചൂസ്. നെച്ചൂസ് ആണ് ചോദിച്ചത് അല്ലെ? നെച്ചൂസ് ഒരു ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ട്രെയിനിങ് സ്ഥലത്താണ്. നെച്ചൂസിനെ അവിടെയുള്ള ആ ട്രെയിനർ വിളിച്ചിട്ട് പറയാണ് മാനേജറുടെ റോൾ ഒന്ന് കാണിക്കാനായിട്ട് പറയാണ്. മാനേജറുടെ ജോലിയിൽ അയാൾ എന്തൊക്കെ ചെയ്യുമോ അത് മോൾ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മോളുടെ രീതിയിലല്ല പറയേണ്ടത്. മോൾ ആരാണ് ഇപ്പൊ അവിടെ? ആരായിട്ടാ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? ആരായിട്ടാ? നെച്ചൂസ് ആയിട്ടാണോ അവിടെ ഇപ്പൊ അവിടെ ചെയ്യുന്നത്? ആരായിട്ടാ? ആരായിട്ടാ ചെയ്യാനായിട്ട് പറഞ്ഞത്? മാനേജർ അല്ലേ? മാനേജറിന്റെ റോള് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാനേജർ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മോള് റെസ്പോണ്ട് ചെയ്യണം. അവര് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ മാനേജറിന്റെ രീതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അത്തരത്തില് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന രീതിയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്.
ഓക്കെ മാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മാം എന്നാ എക്സാം വൈകുന്നേരം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞ് നമ്പർ തരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം എപ്പോഴാണ് അപ്പൊ വരുന്നത്? എക്സാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അറിയിക്കും കേട്ടോ. അത് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ അറിയിക്കും. ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് അവർ കോൺടാക്ട് ചെയ്യും. ഓക്കെ. 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 താങ്ക് യു. താങ്ക് യു. താങ്ക് യു.